നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മൾ 8ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസിൻ്റെ സിമ്പിൾ നോട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 1ാമത്തെ ചാപ്റ്റർ 2 പാർട്ടായിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്ലാസ്സുകൾ ലൈക്ക് ചെയ്തു പോവുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ടാണ് ഇനി ഈ ക്ലാസ്സുകൾ വേണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നതും ക്ലാസ്സുകളുമായിട്ട് മുന്നോട്ട് പോകുന്നതും. അപ്പോൾ നമുക്കിന്ന് ധാരാവൈദ്യുതി ആരംഭിക്കാം. അപ്പോൾ ധാരാവൈദ്യുതി, അപ്പോൾ ഇവിടെ 2 കുട്ടികളെ ചിത്രം തന്നിട്ടുണ്ട്. എന്താണ്? LED പ്രകാശിക്കുവാൻ എന്തിനായിരിക്കും ഈ ഘടകം സർക്യൂട്ടിൽ ഉൾപ്പെടുത്തിയത്? അപ്പോൾ ഇവിടെ LED പ്രവർത്തിക്കുന്നതിന് അല്ലെങ്കിൽ LED കത്തുന്നതിന് വേണ്ടിയിട്ട് എന്തിനാണ് ഇവിടെ ഈ പറയുന്ന ആ ഒരു വസ്തു തന്നിട്ടുള്ളത് എന്നാണ് കുട്ടികളുടെ സംശയം. ഇപ്പോൾ സ്കൂളിലെ ശാസ്ത്രോത്സവത്തിൽ ബാറ്ററി ഉപയോഗിച്ച് LED പ്രവർത്തിപ്പിക്കുന്ന സർക്യൂട്ട് നിരീക്ഷിച്ച കുട്ടിക്കുണ്ടായ സംശയമാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ എന്താണ് ഈ പറയുന്ന സാധനത്തിൻ്റെ ആവശ്യം എന്താണ് എന്ന ഈ കുട്ടി സംശയം പ്രകടിപ്പിക്കുന്നത്? ഓക്കെ, അപ്പോൾ വൈദ്യുതിയെയും വൈദ്യുത ചാർജിനെയും കുറിച്ച് ചില വസ്തുതകൾ മുൻ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വൈദ്യുതിയെക്കുറിച്ച് വൈദ്യുത ചാർജിനെ കുറിച്ചൊക്കെ മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഉരസൽ മൂലം വസ്തുക്കൾക്ക് വൈദ്യുത ചാർജ് ലഭിക്കുന്നത് ഇലക്ട്രോണുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. അപ്പം നമുക്കറിയാം ചില വസ്തുക്കളൊക്കെ ഉരസുമ്പോൾ, ഉദാഹരണത്തിന് നമ്മൾ ചീപ്പ് തല കോതിയതിന് ശേഷം ചീപ്പ് പേപ്പറിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ എന്ത് ചെയ്യുന്നു? ആകർഷിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉരസൽ മൂലം നമുക്ക് എന്ത് അനുഭവപ്പെടാറുണ്ട്? ചാർജ് അനുഭവപ്പെടാറുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ അവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ഉരസൽ മൂലം വസ്തുക്കൾക്ക് എന്ത് സംഭവിക്കുന്നത്? വൈദ്യുത ചാർജ് ലഭിക്കുന്നത്. ഉരസൽ മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന വൈദ്യുത ചാർജുകൾ ഏതൊക്കെയാണ്? അപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്താണ് ഉരസൽ മൂലം ലഭിക്കുന്നത് ഏതാണ്? നമ്മൾ പേപ്പറിൽ തല കോതിയതിന് ശേഷം ആ ചീപ്പ് ഒന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം അതിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു? അവിടെ ഇലക്ട്രോണുകൾ വൈദ്യുത ചാർജ് അവിടെ ഉണ്ടാകുന്നു. ഇനി ഇലക്ട്രോണുകളുടെ ചാർജ് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രോണുകളുടെ ചാർജ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം എന്താണ്? ഇലക്ട്രോണുകൾക്ക് എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ് അല്ലേ? ഇലക്ട്രോണുകളുടെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. ഇനി ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജ്, പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റാണ് കൂളോം. കൂളോം ആണ് വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ചാർജ് ചെയ്യപ്പെട്ട ഒരു കപ്പാസിറ്റർ 6 വോൾട്ട് 500 UF LED-യുമായി നമുക്കിവിടെ ചിത്രത്തിൽ കാണുന്നത് പോലെ ബന്ധിപ്പിക്കുക. അതായത് ഇവിടെ ഒരു ചാർജ് ചെയ്യപ്പെട്ട എന്ത് തന്നിട്ടുണ്ട്? ഒരു LED തന്നിട്ടുണ്ട്. അതിൽ 500 UF, അതായത് 6 വോൾട്ട്, 500 മൈക്രോഫൈഡാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എത്രയാണ്? 6 വാൾട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? ഇതിൽ നമ്മൾ ഒരു LED-യുമായി ബന്ധിപ്പിച്ച് ആ LED പ്രകാശിച്ചിരിക്കുന്നതാണ് നമുക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് അല്ലേ? ചിത്രം നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയല്ലേ കാണാൻ സാധിക്കുന്നത്? ഇവിടെ ഒരു 6 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ അവിടെ വെച്ചിട്ടുണ്ട്. ആ കപ്പാസിറ്ററിൽ 500 UF, അതായത് 6 വോൾട്ടാണ് തന്നിരിക്കുന്നത്. അതിൽ അവിടെ ഒരു LED വർക്ക് ചെയ്യുന്നുണ്ട്, പ്രകാശിക്കുന്നുണ്ട്. നിങ്ങളുടെ നിരീക്ഷണം എന്താണ്? നമുക്കറിയാം നമ്മളിതിൽ നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? LED പ്രകാശിക്കുന്നുണ്ട്. LED-യുമായി ബന്ധിപ്പിച്ചപ്പോൾ കപ്പാസിറ്ററിലെ വൈദ്യുത ചാർജിന് എന്ത് സംഭവിക്കുന്നു? അപ്പോൾ ഇവിടെ LED-യുമായി ബന്ധിപ്പിക്കുമ്പോൾ കപ്പാസിറ്ററിലെ വൈദ്യുത ചാർജ് എന്ത് ചെയ്യുകയാണ്? കപ്പാസിറ്ററിലെ വൈദ്യുത ചാർജ് LED-യുമായി ബന്ധിപ്പിക്കുമ്പോൾ ആ LED എന്ത് ചെയ്യുന്നു? LED കത്തുകയാണല്ലേ? LED കത്തുന്നത്, അവിടെ പ്രകാശം ഉണ്ടാകുന്നു. അല്പസമയത്ത് LED പ്രകാശിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്.
ഇനിയോ ഈ ക്രമീകരണത്തിൽ LED തുടർച്ചയായി പ്രകാശിക്കാത്തതിന് കാരണം എന്തായിരിക്കും? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ആ LED തുടർച്ചയായിട്ട് പ്രവർത്തിക്കുന്നില്ല. അതിന് കാരണം എന്താണ്? കപ്പാസിറ്ററിലുള്ള ഇലക്ട്രോൺ, ആ ഒരു ഇലക്ട്രിസിറ്റി, ആ ഒരു ചാർജ് എന്ത് ചെയ്യുന്നു, ആ LED ബൾബിലോട്ട് പോകുന്നു. ആ സമയത്ത് മാത്രം, കുറച്ച് നേരം മാത്രം LED-യിൽ എന്ത് ചെയ്യും, ഈ ഒരു പ്രകാശം ഉണ്ടാകും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്ററിൽ ചാർജ് കുറയുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, കപ്പാസിറ്ററിൽ ചാർജ് നഷ്ടമാകുമ്പോൾ LED എന്ത് ചെയ്യുന്നു, ചാർജ് നഷ്ടമാകുന്നു. അപ്പോൾ അവിടെ അതാണ് സംഭവിക്കുന്നത്. ഇനി മറ്റൊരു പരീക്ഷണം ചെയ്തു നോക്കാം. കാൽക്കുലേറ്ററിലും മറ്റും ഉപയോഗിക്കുന്ന ബട്ടൺ സെല്ലുമായി ഒരു LED ചിത്രം 7:2 കാണുന്നത് പോലെ ബന്ധിപ്പിക്കുക. അത് ഇവിടെ കണ്ടോ, നമ്മൾ നമ്മുടെ കാൽക്കുലേറ്ററിലും മറ്റ് ഈ വേറുള്ള ബാറ്ററികൾ ഇട്ട് പ്രവർത്തിപ്പിക്കുന്ന സാധനങ്ങളിലൊക്കെ ഉള്ള ഒരു ബട്ടൺ സെല്ലാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബട്ടൺ സെല്ലുമായി ഒരു LED പ്രവർത്തിപ്പിക്കുമ്പോൾ അവിടെ നമുക്ക് എന്താ നിരീക്ഷിക്കാൻ സാധിക്കുന്നത്? LED കത്തുകയാണ് അല്ലേ? അപ്പോൾ ഈ LED കത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ഇവിടെ LED തുടർച്ചയായി പ്രകാശിക്കുന്നുണ്ടോ? ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ LED എന്ത് ചെയ്യുന്നുണ്ട്? LED തുടർച്ചയായിട്ട് പ്രകാശിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താണ്? അവിടെ വൈദ്യുത പ്രവാഹം നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് LED എന്ത് ചെയ്യുന്നത്? തുടർച്ചയായിട്ട് പ്രകാശിക്കുന്നത്. ഇവിടെ LED തുടർച്ചയായി പ്രകാശിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. ഒന്നാമത്തെ പരീക്ഷണത്തിൽ വളരെ കുറഞ്ഞ സമയത്തേക്കും രണ്ടാമത്തേതിൽ തുടർച്ചയായും വൈദ്യുത ചാർജിൻ്റെ പ്രവാഹം ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒന്നാമത്തെ പരീക്ഷണം നമ്മൾ നേരത്തെ കണ്ടല്ലോ. നേരത്തെ കണ്ട പരീക്ഷണത്തിൽ വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രം എന്ത് ചെയ്യുന്നു, LED-യിൽ ആ കപ്പാസിറ്റർ വെച്ചിട്ട് നമ്മളിവിടെ കണ്ടല്ലോ. ഇവിടെ വളരെ കുറച്ച് സമയത്തേക്ക് മാത്രം LED പ്രകാശിക്കുന്നു. എന്നാൽ ഇവിടെ നമ്മൾ എന്താണ്, ഇവിടെ എങ്ങനെയാണ്, രണ്ടാമത്തെ പരീക്ഷണത്തിൽ തുടർച്ചയായും വൈദ്യുത ചാർജിൻ്റെ പ്രവാഹം ഉണ്ടാകുന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ? ഓക്കെ. ചാർജുകളുടെ ചലനം സർക്യൂട്ടിലൂടെ ഒരു വൈദ്യുത പ്രവാഹം സൃഷ്ടിക്കുന്നു. അപ്പോൾ ചാർജുകളുടെ ചലനം എന്ത് ചെയ്യുന്നു? സർക്യൂട്ടിലൂടെ ഒരു വൈദ്യുത പ്രവാഹം സൃഷ്ടിക്കുന്നു. വൈദ്യുത പ്രവാഹവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായി നമുക്കിനി വേറെ ചില പരീക്ഷണങ്ങളുണ്ട്, അതുകൂടി ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ എന്താ ഇവിടെ, A, B എന്നീ 2 പാത്രങ്ങളിൽ ഒന്നിലേതെങ്കിലും നിറം ചേർത്ത ജലവും രണ്ടാമത്തേതിൽ സാധാരണ ജലവും ഒരേ അളവിലെടുക്കുക. ഒരു പ്ലാസ്റ്റിക് ട്യൂബിൽ ജലം നിറച്ച ശേഷം, നമ്മളിവിടെ ചിത്രം 7:3 തന്നിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ നമുക്ക് ഈ ട്യൂബ്, ഈ കാണുന്നത് പോലെ ട്യൂബ് പാത്രങ്ങളിലെ ജലത്തിലോട്ട് താഴ്ത്തുക. അപ്പം ഇതാണ് നമ്മുടെ പരീക്ഷണം. A എന്ന പാത്രത്തിൽ നിന്ന് B എന്ന പാത്രത്തിലേക്ക് ജലം ഒഴുകുന്നുണ്ടോ? അപ്പം ഇവിടെ ഒരേപോലെയാണ് വെച്ചിരിക്കുന്നത്. ഈ A എന്ന പാത്രത്തിൽ നിന്ന് B എന്ന പാത്രത്തിലേക്ക് ജലം ഒഴുകുന്നുണ്ടോ? ഇവിടെ ജലത്തിൽ കളർ വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല, ഇവിടെ യാതൊരു വ്യത്യാസവും വരുന്നില്ല. ഇനി 2 പാത്രങ്ങളിലെയും ജലനിരപ്പിൻ്റെ ഉയരം കൊണ്ടുണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ തുല്യമാണോ? 2 പാത്രങ്ങളിലും ജലനിരപ്പിൻ്റെ ഉയരം കൊണ്ടുണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ തുല്യമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ്, അവിടെ തന്നിരിക്കുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, ആ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ തുല്യമാണ് അല്ലേ? അവിടെ വേറെ ഒരു ഇതും വരുന്നില്ല. അവിടെ നമ്മൾ കാണുമ്പോൾ ഒരേപോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അവിടെ എങ്ങനെയാണ്? തുല്യമാണ്. A എന്ന പാത്രം അല്പം ഉയരത്തിൽ വെച്ച് പരീക്ഷണം ആവർത്തിക്കുക. ഇതേ താഴോട്ട് തന്നിട്ടുണ്ട്. A എന്ന പാത്രം നമ്മൾ കട്ടപ്പുറത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. കട്ടപ്പയുടെ പുറത്തിരിക്കുന്നു. ഇത് എന്ത് ചെയ്യുന്നു? അടുത്ത പരീക്ഷണം നമ്മൾ നടത്തുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? എന്താണ്? A എന്ന പാത്രം അല്പം ഉയരത്തിൽ വെച്ച് പരീക്ഷണം ആവർത്തിക്കുമ്പോൾ A എന്ന പാത്രത്തിൽ നിന്ന് B എന്ന പാത്രത്തിലേക്ക് ഇപ്പോൾ ജലം ഒഴുകുന്നുണ്ടോ? അപ്പം എന്താ, അതാ ഇവിടെ കണ്ടില്ലേ, ജലം A എന്ന പാത്രത്തിൽ നിന്ന് B എന്ന പാത്രത്തിലേക്ക് എന്ത് ചെയ്യുന്നു? ജലം ഒഴുകുന്നു.
അപ്പോൾ 7.3 പരീക്ഷണത്തിൽ 2 പാത്രത്തിലെയും ജലനിരപ്പിൻ്റെ ഉയരത്തിൽ വ്യത്യാസമില്ലാത്തതിനാലാണ് ജലം ഒഴുകാത്തത്. അപ്പം നമ്മൾ 7 നമ്മൾ കണ്ടു രണ്ടും തുല്യമാണ് എന്ന് കണ്ടു. എന്നാൽ 7.4 ചിത്രം 7.4 നമ്മൾ ഇവിടെ കണ്ടപ്പോൾ എന്താണ്? പരീക്ഷണത്തിൽ ജലനിരപ്പിൻ്റെ ഉയരത്തിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണ് ജലം ഒഴുകിയത് എന്നും മനസ്സിലായില്ലേ? അപ്പോൾ ജലനിരപ്പിൽ എന്ത് ചെയ്യുന്നു? വ്യത്യാസമുള്ളത് കൊണ്ടാണ് അവിടെ ജലം ഒന്ന് നമ്മൾ ഉയർത്തി വെച്ച് ഒന്ന് നമ്മൾ താഴ്ത്തി വെച്ച്, അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത്? ജലം ഒഴുകിയത്. താഴെ കൊടുത്ത 2 സന്ദർഭങ്ങൾ കൂടി നിരീക്ഷിക്കുക. സന്ദർഭം 1 ഇവിടെ തന്നിട്ടുണ്ട്. മെഴുകുതിരി ജ്വാലയിൽ ഒരു ഇരുമ്പ് ദണ്ട് സ്പർശിക്കുന്നതാണ് ചിത്രം 7.5 കാണിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിട്ടുണ്ട്, കണ്ടോ? മെഴുകുതിരിയുടെ ജ്വാലയിൽ എന്ത് ചെയ്യുന്നു? ഒരു ഇരുമ്പ് ദണ്ട് കൊണ്ട് സ്പർശിക്കുന്നു. മെഴുകുതിരി ജ്വാലയിൽ സ്പർശിച്ച ഉടൻ ദണ്ടിൻ്റെ ഏത് ഭാഗത്തായിരിക്കും താപനില ഉയരുന്നത്? അപ്പോൾ നമ്മൾ ആ ദണ്ടിൽ PQ എന്ന് പറയുന്ന ഒരു ദണ്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. കണ്ടോ? ഇത് P ആണ്, ഇത് Q ആണ്. PQ എന്ന് പറയുന്ന 2 ദണ്ട് അവിടെ, ഒരു ദണ്ട് അവിടെ തന്നിട്ടുണ്ട്. മെഴുകുതിരി ജ്വാലയിൽ സ്പർശിച്ച ഉടൻ ദണ്ടിൻ്റെ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രശ്നത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള ഫിസിക്സിലെ 7ാമത്തെ ചാപ്റ്റർ ധാരാവൈദ്യുതി എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ധാരാവൈദ്യുതി എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമ്മളിതാ ധാരാവൈദ്യുതി ഇവിടെ തുടങ്ങുകയാണ്. നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ നമ്മൾ ചിത്രം 7.3 പരീക്ഷണത്തിൽ 2 പാത്രത്തിലെയും ജലനിരപ്പിൻ്റെ ഉയരത്തിൽ വ്യത്യാസമില്ലാത്തതിനാലാണ് ജലം ഒഴുകാത്തതെന്ന് നമ്മൾ കണ്ടു. അതുപോലെ 7.4 പരീക്ഷണത്തിൽ എങ്ങനെയാ? ജലനിരപ്പിൻ്റെ ഉയരത്തിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണ് ജലം ഒഴുകിയത് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചത്. ഇനി താഴെ കൊടുത്ത 2 സന്ദർഭങ്ങൾ കൂടി നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മെഴുകുതിരി ജ്വാലയിൽ ഒരു ഇരുമ്പ് ദണ്ട് സ്പർശിക്കുന്നതാണ് നമ്മൾ ചിത്രം 7.5 കാണുന്നത്. മെഴുകുതിരി ജ്വാലയിൽ സ്പർശിച്ച ഉടൻ ദണ്ടിൻ്റെ ഏത് ഭാഗത്തായിരിക്കും താപനില ഉയരുന്നത്? അപ്പോൾ ദണ്ടിൻ്റെ ഏത് ഭാഗത്താണ്? Pയിലാണോ Qവിലാണോ താപനില ഉയരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മെഴുകുതിരി ജ്വാലയിൽ സ്പർശിച്ച ഉടൻ ദണ്ടിൻ്റെ ഏത് ഭാഗത്തായിരിക്കും താപനില ഉയരുന്നത്? അപ്പോൾ ഇവിടെ നമ്മൾ Pയിലാണോ Qവിലാണോ താപനില ഉയരുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഏതാണ്? PQ. ഇവിടെയാണ് Q അല്ലേ? അപ്പോൾ ഈ മെഴുകുതിരി കൂടുതൽ സ്പർശിക്കുന്നത് ആരാ? Q ആണ്. അപ്പോൾ Qവിലാണ് എന്തുണ്ടാവുന്നത്? താപനില ഉയരുന്നത്. ദണ്ടിലൂടെ താപം ഒഴുകുന്നത് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? അപ്പോൾ താപം ഒഴുകുന്നത് എങ്ങനെയാണ്? ദണ്ടിലൂടെ Qവിൽ നിന്ന് Pയിലോട്ടായിരിക്കും. അപ്പോൾ Qവിൽ നിന്ന് P ഏതാണ് താപം ഒഴുകുന്നത്? Pയിൽ നിന്ന് Qവിലേക്കാണോ Qവിൽ നിന്ന് Pയിലേക്കാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം Qവിൽ നിന്ന് Pയിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? താപം ഒഴുകുന്നത്. പരമാവധി കാറ്റ് നിറച്ച ഒരു ട്യൂബാണ് ഇനി അടുത്തൊരു ചിത്രത്തിൽ തന്നിരിക്കുന്നത്. ഇത് കണ്ടു, പരമാവധി കാറ്റ് നിറച്ച ട്യൂബാണ്. അപ്പോൾ ഇവിടെ വായുമർദ്ദം കൂടുതൽ എവിടെയാണ്? ട്യൂബിനകത്താണോ ട്യൂബിന് പുറത്താണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ട്യൂബ് ഇവിടെ കാറ്റ് നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ട്യൂബിൽ പരമാവധി മർദ്ദം കൂടുതൽ എവിടെയാണ്? ട്യൂബിന് അകത്തല്ലേ മർദ്ദം കൂടുതൽ? ട്യൂബിനകത്താണ് മർദ്ദം കൂടുതൽ. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, ട്യൂബിൻ്റെ വാൽവ് തുറന്നാൽ വായു എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും പ്രവഹിക്കുക? അപ്പം നമുക്കറിയാം വാൽവ് തുറന്നാൽ എന്താ സംഭവിക്കുന്നത്? വായു അകത്ത് നിന്നും എന്ത് ചെയ്യും? പുറത്തോട്ടാണ് പ്രവഹിക്കുന്നത്. അപ്പോൾ വാൽവ് തുറന്നാൽ എന്ത് സംഭവിക്കും? വായു അകത്ത് നിന്ന് പുറത്തേക്ക് പ്രവഹിക്കും. മുകളിൽ കൊടുത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന നിഗമനങ്ങൾ പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് സന്ദർഭങ്ങൾ തന്നിട്ടുണ്ട്. ആ സന്ദർഭങ്ങളും അവയുടെ പ്രവാഹ ദിശയുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം നമുക്കൊന്ന് നോക്കാം. ആ സന്ദർഭവും ആ സന്ദർഭത്തിൻ്റെ പ്രവാഹ ദിശയും ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ജലം ഒഴുകുന്നത് എങ്ങനെയാണ്?
ആദ്യത്തെ സന്ദർഭത്തിൽ ജലം ഒഴുകുന്നത് എങ്ങനെയാ നമ്മളോട് പറഞ്ഞത്? ജലം ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ കൂടിയ ഭാഗത്ത് നിന്ന്, അപ്പം നമുക്കിവിടെ എഴുതി വയ്ക്കാം, ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? ജലം ഒഴുകുന്നത്. അങ്ങനെ പറഞ്ഞൂടെ? ഇനി അടുത്തെന്താ? താപം പ്രവഹിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ ചിത്രത്തിൽ തന്നു. താപം പ്രവഹിക്കുന്നത് ഉയർന്ന താപനിലയുള്ള ഭാഗത്ത് നിന്ന് താഴ്ന്ന താപനിലയുള്ള ഭാഗത്തോട്ടാണ് എന്ത് ചെയ്യുന്നത്? താപം പ്രവഹിക്കുന്നത്. ഇനി അടുത്തെന്താ പറയുന്നേ? വായു പ്രവഹിക്കുന്നത്. നമ്മൾ ട്യൂബിലെ വായു കണ്ടല്ലോ. വായു എങ്ങനെയാ? മർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന് മർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന് മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക്, കൂടിയ ഭാഗത്ത് നിന്ന് എന്ത് കുറഞ്ഞ ഭാഗത്തേക്കാണ് വായു പ്രവഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ജലപ്രവാഹം ഉണ്ടായത് ഉയര വ്യത്യാസമുള്ള രണ്ട് സ്ഥാനങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അപ്പം നമ്മൾ നേരത്തെ കണ്ടല്ലോ, രണ്ട് ഗ്ലാസ് ട്യൂബിനെ ഒന്ന് ഉയരത്തിൽ നമ്മൾ വെച്ചപ്പോഴാണ് അവിടെ എന്ത് ചെയ്തത്? ജലപ്രവാഹം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഉയര വ്യത്യാസമുള്ള രണ്ട് സ്ഥാനങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവിടെ എന്ത് സംഭവിച്ചത്? ജലപ്രവാഹം ഉണ്ടായത്. അതുപോലെ താപപ്രവാഹം ഉണ്ടായത് താപനിലയിൽ വ്യത്യാസമുള്ള രണ്ട് സ്ഥാനങ്ങൾ ഉള്ളതിനാലും വായുപ്രവാഹം ഉണ്ടായത് മർദ്ദത്തിൽ വ്യത്യാസമുള്ള രണ്ട് മേഖലകൾ ഉണ്ടായതിനാലും ആണ്. അപ്പോൾ ഇതിവിടെ എല്ലാത്തിലും കാരണം എന്താണ്? വ്യത്യാസമാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്. അടുത്തൊരു ചിത്രം തന്നിട്ടുണ്ട്. ചിത്രം 7.7 നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. നമ്മളതൊന്ന് കാണുക. സൈഫൺ മാത്രം ഉപയോഗിക്കുമ്പോൾ പാത്രം എയിൽ നിന്ന് പാത്രം ബിയിലേക്കുള്ള ജലപ്രവാഹം രണ്ട് പാത്രങ്ങളിലെയും ജലനിരപ്പ് തുല്യമാകുന്നത് വരെ മാത്രമല്ലേ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു സൈഫൺ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു സൈഫൺ വെച്ച് ഇതാണ് നമ്മുടെ സൈഫൺ. അപ്പോൾ ഈ സൈഫൺ വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ജലനിരപ്പ് രണ്ട് പാത്രങ്ങളിലും ഒരേപോലെ ആയി നിൽക്കും. പാത്രം എയിൽ നിന്ന് പാത്രം ബിയിലേക്ക് ഓരോ സെക്കൻഡിലും എത്ര ജലം പ്രവഹിക്കുന്നുവോ അത്രയും തന്നെ ജലം ഓരോ സെക്കൻഡിലും ബിയിൽ നിന്ന് തിരികെ എയിൽ എത്തിക്കാൻ സാധിക്കുന്ന ഒരു പമ്പ് ഉപയോഗിക്കുകയാണെങ്കിലോ. അപ്പോൾ ഇവിടെ ഒരു പമ്പ് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു പമ്പ്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് ഓരോ സെക്കൻഡിലും എത്ര ജലം പ്രവഹിക്കുന്നുവോ അത്രയും തന്നെ ജലം ഓരോ സെക്കൻഡിലും എവിടെ നിന്ന് എവിടേക്ക് പോകും? ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്കും എത്തിക്കാൻ സാധിക്കുന്ന ഒരു പമ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? പാത്രം എയിൽ നിന്ന് പാത്രം ബിയിലേക്ക് ജലം തുടർച്ചയായി പ്രവഹിക്കും. അപ്പോൾ പാത്രം എയിൽ നിന്ന് ബിയിലേക്ക് എന്ത് ചെയ്യും? അതിനുള്ള കാരണം എന്താണ്? അതിനുള്ള കാരണം അവിടെ എന്താണ്? അപ്പോൾ അവിടെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? എയിൽ നിന്ന് ബിയിലേക്കുള്ള ആ ഒരു വ്യത്യാസം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? വെള്ളം പ്രവഹിക്കുന്നത്. അപ്പോൾ വെള്ളം പ്രവഹിക്കുമ്പോൾ എന്ത് വേണം? അവിടെ എയിൽ നിന്ന് ബിയിലേക്കും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്കും ഒരു പ്രവഹിക്കുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ട്. അതാണ് അവിടെ കാരണം, തുടർച്ചയായി പ്രവഹിക്കാൻ കാരണം. ഇവിടെ ബാഹ്യ ഊർജ സ്രോതസ്സായ പമ്പിൻ്റെ പ്രവർത്തനമല്ലേ എ ബി എന്നീ പാത്രങ്ങളിലെ ജലനിരപ്പുകൾ തമ്മിൽ ഉയരത്തിലുള്ള വ്യത്യാസം നിലനിർത്തിയതും അതുമൂലം ജലപ്രവാഹം തുടർച്ചയായി സാധ്യമാക്കിയതും. അപ്പോൾ അതിലുള്ള വ്യത്യാസത്തിന് കാരണം എന്താണ്? അപ്പം നമുക്കറിയാം ഇവിടെ എന്ത് ചെയ്യുന്നു? ബാഹ്യ ഊർജ സ്രോതസ് ഇവിടെ ഉണ്ട്. അതാണ് നമ്മുടെ പമ്പ്. ആ പമ്പിൻ്റെ പ്രവർത്തനം എന്ത് ചെയ്യുന്നു? എ ബി എന്നീ പാത്രങ്ങളിലെ ജലനിരപ്പുകൾ തമ്മിൽ ഉയരത്തിൽ വ്യത്യാസമുണ്ട്. ഉയരത്തിലുള്ള വ്യത്യാസം നിലനിർത്തി അതുമൂലം ജലപ്രവാഹം തുടർച്ചയായി സാധ്യമാക്കുന്നു. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് അവിടെ വരുന്നത്. ഇനി ഒരു സർക്യൂട്ടിലൂടെ വൈദ്യുത ചാർജുകളുടെ പ്രവാഹം സാധ്യമാകുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു സർക്യൂട്ടിലൂടെ എങ്ങനെയാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ ഈ ഒരു വൈദ്യുത ചാർജുകളുടെ പ്രവാഹം സാധ്യമാകുന്നത് എങ്ങനെയാണ്? അതിന് കാരണമാണ് നമുക്കറിയാം എന്താണ് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത്. എന്താണ് പൊട്ടൻഷ്യൽ വ്യത്യാസം?
അപ്പോൾ ചിത്രം 7-8 സർക്യൂട്ട് നിരീക്ഷിക്കുക. ചിത്രം 7-8 ഒരു സർക്യൂട്ടാണ് തന്നിരിക്കുന്നത്. സ്വിച്ച് ഓൺ ചെയ്താൽ ബൾബ് പ്രകാശിക്കുമോ? എന്തായിരിക്കും കാരണം? അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ സർക്യൂട്ട്. അപ്പോൾ ഈ സർക്യൂട്ടിലൂടെ എന്ത് ചെയ്യുന്നു? സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. സ്വിച്ച് ഓൺ ചെയ്താൽ ബൾബ് പ്രകാശിക്കുമോ? കാരണം എന്താണ്? സ്വിച്ച് ഓൺ ചെയ്താൽ ഇവിടെ ബൾബ് പ്രകാശിക്കുകയില്ല. അതിനെന്തായിരിക്കും കാരണം? ഇവിടെ സർക്യൂട്ടുകൾ തമ്മിൽ വിച്ഛേദിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഒരു സ്വിച്ച് ഓൺ ആക്കിയാൽ എന്ത് ചെയ്യത്തില്ല? ബൾബ് പ്രകാശിക്കത്തില്ല. സർക്യൂട്ടിലെ ബൾബ് തുടർച്ചയായി പ്രകാശിക്കണമെങ്കിൽ ബൾബിലൂടെ വൈദ്യുത ചാർജുകളുടെ പ്രവാഹം ഉണ്ടാകണം. അപ്പോൾ സർക്യൂട്ടിലെ ബൾബ് തുടർച്ചയായി പ്രകാശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബൾബിലൂടെ വൈദ്യുത ചാർജുകളുടെ പ്രവാഹം ഉണ്ടാകണം. ഇതിന് സി ഡി എന്നീ ബിന്ദുക്കൾ തമ്മിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്തുന്നതിന് പര്യാപ്തമായ ഒരു ബാഹ്യ സ്രോതസ് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ സി ഡി ഇതാ ഇവിടെ കണ്ടില്ലേ, ഇതാണ് ഇവിടെ ഈ ഒരു ഇവിടെ തുറന്ന് ഇരിക്കുകയാണ്. അപ്പോൾ ഇവ തമ്മിൽ എന്ത് ചെയ്യണം? ഇവയുടെ പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്തുന്നതിന് പര്യാപ്തമായ ഒരു ബാഹ്യ സ്രോതസ് എന്തെങ്കിലും ഇവിടെ ആവശ്യമാണ്. ഇനി ഒരു വൈദ്യുത മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന യൂണിറ്റ് ചാർജിലുള്ള സ്ഥിതികോർജമാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അഥവാ പൊട്ടൻഷ്യൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എന്താണ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വൈദ്യുത മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന യൂണിറ്റ് ചാർജിലുള്ള സ്ഥിതികോർജം, അത് ഓർത്ത് വെക്കുക. യൂണിറ്റ് ചാർജിലുള്ള സ്ഥിതികോർജം, ഒരു വൈദ്യുത മണ്ഡലത്തിലുള്ള യൂണിറ്റ് ചാർജിലുള്ള സ്ഥിതികോർജമാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു സർക്യൂട്ടിലെ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് യൂണിറ്റ് ചാർജിനെ ചലിപ്പിക്കാൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവാണ് അവയ്ക്കിടയിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സർക്യൂട്ടിലെ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് യൂണിറ്റ് ചാർജിനെ ചലിപ്പിക്കാൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അവയ്ക്കിടയിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, എന്താണ് പൊട്ടൻഷ്യൽ വ്യത്യാസം? അതായത് അപ്പോൾ നമുക്ക് പറയാം, ഒരു സർക്യൂട്ടിലെ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് യൂണിറ്റ് ചാർജിനെ ചലിപ്പിക്കാൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവാണ് എന്ത്? അവയ്ക്കിടയിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം. ഒരു വൈദ്യുത സർക്യൂട്ടിലെ രണ്ട് ബിന്ദുക്കൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്താൻ ഉപയോഗിക്കുന്ന ഊർജ സ്രോതസ്സിനെ വൈദ്യുത സ്രോതസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ വൈദ്യുത സ്രോതസ് എന്ന് പറഞ്ഞാൽ? ഒരു വൈദ്യുത സർക്യൂട്ടിലെ രണ്ട് ബിന്ദുക്കൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്താൻ ഉപയോഗിക്കുന്ന ഊർജ സ്രോതസ്സിനെ നമ്മൾ എന്തെന്ന് പറയും? വൈദ്യുത സ്രോതസ് എന്നാണ് പറയുന്നത്. ഒരു വൈദ്യുത സ്രോതസ്സിൽ നിന്ന് സർക്യൂട്ടിലേക്ക് വൈദ്യുത പ്രവാഹം ഇല്ലാത്ത സന്ദർഭത്തിൽ അതിൻ്റെ ടെർമിനലുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് ആ വൈദ്യുത സ്രോതസ്സിൻ്റെ വിദ്യുത് ചാലക ബലം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വിദ്യുത് ചാലക ബലം എന്ന് പറഞ്ഞാൽ? നമുക്ക് പറയാം, ഒരു വൈദ്യുത സ്രോതസ്സിൽ നിന്ന് സർക്യൂട്ടിലേക്ക് വൈദ്യുത പ്രവാഹം ഇല്ലാത്ത സന്ദർഭത്തിൽ അതിൻ്റെ ടെർമിനലുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആ വൈദ്യുത സ്രോതസ്സിൻ്റെ വിദ്യുത് ചാലക ബലം എന്ന് പറയുന്നത്. ഇതായിരിക്കും ആ സ്രോതസ്സിൽ നിന്ന് ലഭിക്കാവുന്ന പരമാവധി പൊട്ടൻഷ്യൽ വ്യത്യാസം. അപ്പോൾ ആ സ്രോതസ്സിൽ നിന്ന് ലഭിക്കാവുന്ന പരമാവധി പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് അതാണ്, ആ വിദ്യുത് ചാലക ബലമാണ്. അതുകൊണ്ട് വൈദ്യുത സ്രോതസ്സിനെ ഇ എം എഫിൻ്റെ സ്രോതസ് എന്നും പറയും. അപ്പോൾ വൈദ്യുത സ്രോതസ്സിനെ ഇ എം എസ് അല്ല ഇ എം എഫിൻ്റെ സ്രോതസ് എന്ന് പറയുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, നമ്മുടെ എന്താണ് ഈ വിദ്യുത് ചാലക ബലം അല്ലെങ്കിൽ ആ വൈദ്യുത സ്രോതസ്സിൻ്റെ വിദ്യുത് ചാലക ബലത്തിൽ നിന്ന് ലഭിക്കാവുന്ന പരമാവധി പൊട്ടൻഷ്യൽ വ്യത്യാസം കൊണ്ട് വൈദ്യുത സ്രോതസ്സിനെ എന്തെന്ന് പറയാം? ഇ എം എഫിൻ്റെ സ്രോതസ് എന്ന് പറയാം. വൈദ്യുത പ്രവാഹമുള്ള സർക്യൂട്ടിലെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തെ വോൾട്ടേജ് എന്നും പറയാറുണ്ട്. അപ്പോൾ എന്താ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ? വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, വൈദ്യുത പ്രവാഹമുള്ള സർക്യൂട്ടിലെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തെ എന്ത് പറയുന്നു? വോൾട്ടേജ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പറയില്ലേ, വോൾട്ടേജ് കുറവ് അല്ലെങ്കിൽ വോൾട്ടേജ് കൂടുതലാണ്, വോൾട്ടേജ് പോയി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എന്താ അവിടെ മനസ്സിലാക്കേണ്ടത്? വൈദ്യുത പ്രവാഹമുള്ള സർക്യൂട്ടിലെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നതെന്ന് ഓർക്കണം,
വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇ എം എഫിനെയും പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെയും യൂണിറ്റ് വോൾട്ട് ആണ്. അപ്പോൾ ഇ എം എഫിൻ്റെയും അതുപോലെ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെയും യൂണിറ്റ്, ഇ എം എഫിൻ്റെ യൂണിറ്റ് വോൾട്ടാണ്, പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് വോൾട്ടാണ്. അത് പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നത് വോൾട്ട് മീറ്റർ ഉപയോഗിച്ചാണ്. അപ്പം നമ്മൾ പറഞ്ഞു പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെയും അതുപോലെ ഇ എം എഫിൻ്റെയും യൂണിറ്റ് എന്താണ്? അത് വോൾട്ടാണെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നത് വോൾട്ട് മീറ്റർ ഉപയോഗിച്ചാണ്. ഇനി നോക്കിയേ, ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് 1 കൂളോം വൈദ്യുത ചാർജ് എത്തിക്കുവാൻ ചെയ്യുന്ന പ്രവൃത്തി 1 ജൂൾ ആണെങ്കിൽ ആ ബിന്ദുക്കൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 1 വോൾട്ട് ആയിരിക്കും. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്? ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് നമ്മൾ 1 കൂളോം വൈദ്യുത ചാർജ് എത്തിക്കുവാൻ എന്ത് ചെയ്യുന്നു? 1 ജൂൾ പ്രവൃത്തി ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ആ ബിന്ദുക്കൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എങ്ങനെയാണ്? 1 വോൾട്ട് ആയിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസം കാണാൻ, അതായത് പൊട്ടൻഷ്യൽ വ്യത്യാസം കാണുന്നതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? പൊട്ടൻഷ്യൽ വ്യത്യാസം ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ചാർജ്. അപ്പോൾ പ്രവൃത്തി ഭാഗം ചാർജ്, അതാണ് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ എന്തെന്ന് പറയുന്നത്? ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസം കാണാൻ എന്ത് ചെയ്താൽ മതി? വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ. അതാണ് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് ആണെങ്കിൽ എന്താണ്? പ്രവൃത്തിയുടെ യൂണിറ്റ് ഭാഗം ചാർജിൻ്റെ യൂണിറ്റ്. അപ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് ആണെങ്കിൽ പ്രവൃത്തിയുടെ യൂണിറ്റ് ഭാഗം ചാർജിൻ്റെ യൂണിറ്റ് കണ്ടാൽ മതിയാകും. അപ്പോൾ ഇനി നമ്മൾ എന്താണ്? വോൾട്ട് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ എന്തെന്നായി? പൊട്ടൻഷ്യൽ വ്യത്യാസത്തെ, അതായത് നമ്മൾ ഇതിനെ ഇങ്ങനെ നമ്മൾ പറയും ജൂൾ ബൈ സി. ഇതാണ് പ്രവൃത്തിയുടെ യൂണിറ്റ് അഥവാ ചാർജിൻ്റെ യൂണിറ്റ്. അപ്പോൾ ഇവിടെ എന്താണ്? വോൾട്ട് എന്ന് പറയുന്നത്, ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? വോൾട്ട് എന്ന് കൂടി പറയുന്നുണ്ട്. അലക്സാൻഡ്രോ വോൾട്ട എന്ന ശാസ്ത്രജ്ഞനോടുള്ള ആദരസൂചകമായാണ് ഈ പേര് നൽകപ്പെട്ടത്. അപ്പോൾ ഇതിനെ നമ്മൾ വോൾട്ട് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഈ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് ഇതെല്ലാം നമ്മൾ വോൾട്ട് എന്ന് കൂടി പറയുന്നുണ്ട്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അലക്സാൻഡ്രോ വോൾട്ട എന്ന ശാസ്ത്രജ്ഞനോടുള്ള ആദരസൂചകമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മളിതിന് ഈ ഒരു വോൾട്ട് എന്ന പേര് നൽകിയത്. ഇ എം എഫിൻ്റെ ഒരു സ്രോതസ്സാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടോർച്ച് സെൽ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ടോർച്ച് ലൈറ്റ് ഉപയോഗിക്കത്തില്ലേ? അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? ടോർച്ച് സെൽ എന്ന് പറയുന്നത് ഇ എം എഫിൻ്റെ ഒരു ഊർജ സ്രോതസ്സാണ്. ഇനി നിങ്ങൾക്കറിയാവുന്ന ഇ എം എഫിൻ്റെ മറ്റ് സ്രോതസ്സുകൾ ഏതെല്ലാം? അപ്പോൾ ഇ എം എഫിൻ്റെ സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന്, ചിലപ്പോൾ ഇതിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്, ഇ എം എഫിൻ്റെ ഈ ഒരു ഇതിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മളോട് ചോദിക്കാം. അപ്പം നമുക്ക് ഏതൊക്കെ പറയാൻ പറ്റും? ഇ എം എഫിൻ്റെ ഇ എം എഫിൻ്റെ സ്രോതസ്സിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ബട്ടൺ സെല്ല് നമുക്ക് പറയാം. ബട്ടൺ സെല്ല് പറയാം. അതുപോലെ തന്നെ ഡ്രൈ സെല്ല്, ബട്ടൺ സെല്ല്, പിന്നെന്താണ്? വോൾട്ട സെല്ല്, ഡാനിയൽ സെല്ല്, ഗാൽവാനിക് സെല്ല്. ഇതൊക്കെ എന്താണ്? ഇതെല്ലാം ഈ പറഞ്ഞ എന്താണ്? ഇ എം എഫിൻ്റെ സ്രോതസ്സുകളാണ്. നമ്മൾ പറഞ്ഞത്. ഇനിയിപ്പോൾ ഓരോന്നിലും നടക്കുന്ന ഊർജ്ജമാറ്റമുണ്ട്. എന്തൊക്കെയാണ്? അപ്പം നമ്മുടെ ടോർച്ച് സെല്ലിലാണെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ ഡ്രൈ സെല്ലിൽ എന്താ സംഭവിക്കുന്നത്? രാസോർജം വൈദ്യുതോർജ്ജമാകുന്നു. അപ്പോൾ ഈ ടോർച്ച് സെല്ലൊക്കെ ആണെങ്കിൽ രാസോർജം ഇങ്ങനെ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. ഈ രാസോർജം എന്തായിട്ട് മാറും? അവിടെ രാസോർജം വൈദ്യുതോർജ്ജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എവിടെയാ? നമ്മൾ ഈ പറഞ്ഞ ഡ്രൈ സെല്ലിൽ. ഇനി ജനറേറ്ററിൽ എന്ത് സംഭവിക്കുന്നു? യാന്ത്രികോർജം. ജനറേറ്ററിൽ നമ്മൾ കറണ്ട് പോകുമ്പം ആ ജനറേറ്ററിൽ ആ യന്ത്രത്തിൻ്റെ സഹായത്തോടെയുള്ള യാന്ത്രികോർജം എന്തായിട്ട് മാറും? വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. ഇനി അതുപോലെ നമുക്ക് പറയാം ബട്ടൺ സെല്ലിൽ എന്താ സംഭവിക്കുന്നത്? രാസോർജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. ബട്ടൺ സെല്ലിൽ എന്ത് സംഭവിക്കുന്നു?
രാസോർജം വൈദ്യുതോർജമാകുന്നു. രാസോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. ഇനി ഗാൽവാനിക് സെൽ എടുക്കാം. ഗാൽവാനിക് സെല്ലിലാണെങ്കിൽ എന്താണ്, അവിടെയും എന്ത്, രാസോർജം എന്തായിട്ട് മാറുന്നു, രാസോർജം വൈദ്യുതോർജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതാണ് വിവിധ EMFൻ്റെ സ്രോതസ്സുകളും ഊർജ്ജ മാറ്റവും എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് അലക്സാൻഡ്രോ വോൾട്ടയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. അലക്സാൻഡ്രോ വോൾട്ട, അദ്ദേഹത്തിൻ്റെ ജന്മരാജ്യം എന്ന് പറയുന്നത് ഇറ്റലിയാണ്. ഇറ്റലിക്കാരനാണ് അലക്സാൻഡ്രോ വോൾട്ട. ജീവിതകാലം എന്താണ്, 1745 മുതൽ 1827 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. 1745 ടു 1827 വരെ ജീവിച്ചിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകൾ നമുക്ക് നോക്കാം. ഫിസിക്സ്, കെമിസ്ട്രി എന്നീ മേഖലകളിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. പ്രധാനപ്പെട്ട സംഭാവനകൾ എന്താണ്, വൈദ്യുത രാസസെൽ, മീഥൈൻ എന്നിവ കണ്ടുപിടിച്ചു. അപ്പോൾ വൈദ്യുത രാസസെൽ കണ്ടുപിടിച്ചത് ആരാണ്, അലക്സാൻഡ്രോ വോൾട്ടയാണ്. അതുപോലെ മീഥൈൻ കണ്ടുപിടിച്ചത് അലക്സാൻഡ്രോ വോൾട്ടയാണ്. അതുപോലെ വോൾട്ടേജ്, പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ്, വോൾട്ട് എന്നിവ ഇദ്ദേഹത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ടുണ്ടായതാണ്. വോൾട്ടേജ് എന്ന പേര് അലക്സാൻഡ്രോ വോൾട്ടയുടെ പേരിലുള്ളതാണ്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റായ വോൾട്ട് എന്നതും അദ്ദേഹത്തിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വൈദ്യുത ചാർജ്, പൊട്ടൻഷ്യൽ വ്യത്യാസം, വാതകങ്ങളുടെ രസതന്ത്രം എന്നീ വിഷയങ്ങളിൽ പഠനം നടത്തി. അപ്പോൾ അദ്ദേഹം ഏതൊക്കെ വിഷയങ്ങളിലാണ് പഠനം നടത്തിയത്, അദ്ദേഹം പഠനം നടത്തിയത് വൈദ്യുത ചാർജ്, അതുപോലെ പൊട്ടൻഷ്യൽ വ്യത്യാസം, വാതകങ്ങളുടെ രസതന്ത്രം എന്നീ വിഷയങ്ങളിൽ പഠനം നടത്തിയിട്ടുണ്ട്. ഇറ്റലിയിലെ പാവിയ സർവകലാശാലയിൽ ദീർഘകാലം അധ്യാപകനായിട്ട് പ്രവർത്തിച്ച ആളാണ് നമ്മുടെ അലക്സാൻഡ്രോ വോൾട്ട എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, EMFൻ്റെ സ്രോതസ്സായി ഉപയോഗിക്കാവുന്ന ആദ്യത്തെ ഉപകരണം രൂപകൽപ്പന ചെയ്തത് അലക്സാൻഡ്രോ വോൾട്ട എന്ന ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ നമ്മുടെ EMFൻ്റെ സ്രോതസ്സായി ഉപയോഗിക്കുന്ന ആദ്യ ഉപകരണം രൂപകൽപ്പന ചെയ്തത് ആരാ, അലക്സാൻഡ്രോ വോൾട്ടയാണ്. ഇതാണ് വോൾട്ട സെൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് എന്തെന്ന് പേര് വന്നത്, വോൾട്ട സെൽ എന്ന് പേര് വന്നത്. ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമ്മൾ പറഞ്ഞു. ഒരു ലഘു വോൾട്ട സെൽ നിർമ്മിച്ച് നോക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു ലഘു വോൾട്ട സെൽ നിർമ്മിക്കാൻ പോവുകയാണേ. ഒരു സിങ്ക് ദണ്ട്, കോപ്പർ ദണ്ട് എന്നിവ നമ്മൾ ഇവിടെ ചിത്രം 7-9 കാണിച്ചിരിക്കുന്നത് ഇതേപോലെ ഇവിടെ ഒരു സിങ്ക് ദണ്ടുമുണ്ട്, ഇവിടെ ഒരു കോപ്പർ ദണ്ടുമുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, ഇവിടെ ഇവ എന്ത് ചെയ്യുന്നു, ബീക്കറിലെടുത്ത ഇലക്ട്രോലൈറ്റായ നീർപ്പിച്ച സൾഫ്യൂരിക് ആസിഡിൽ ഇറക്കി വയ്ക്കുക. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ബീക്കറിൽ നീർപ്പിച്ച സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്, നീർപ്പിച്ച സൾഫ്യൂരിക് ആസിഡിലോട്ട് ഇത് രണ്ടും ഇറക്കി വയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഒരു വോൾട്ട് മീറ്റർ കോപ്പർ ദണ്ടിനോടും സിങ്ക് ദണ്ടിനോടും ബന്ധിപ്പിക്കുക. അതായത് ഇവിടെ കാണുന്നത് പോലെ ഒരു വോൾട്ട് മീറ്റർ ഈ സിങ്ക് ദണ്ടിനോടും അതുപോലെ കോപ്പർ ദണ്ടിനോടും എന്ത് ചെയ്യുക, അത് ഇങ്ങനെ ഉറപ്പിച്ച് വയ്ക്കുക. ഇനി ചെയ്യാനുള്ളത് എന്താ, ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ ഇവിടെ നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡുമായി സിങ്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ഭാഗമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകൾ ബാഹ്യ സർക്യൂട്ടിലൂടെ പ്രവഹിച്ചത് കൊണ്ടാണ് വോൾട്ട് മീറ്റർ സൂചി വിഭ്രംശിച്ചത്. അപ്പം നമുക്ക് മനസ്സിലായി എന്താണ് ഇവിടെ സൂചി എന്ത് ചെയ്യുന്നു, വോൾട്ട് മീറ്ററിൻ്റെ സൂചി നമുക്ക് ഇതിൽ നിന്ന് വിഭ്രംശിച്ചതായിട്ട് കാണാം. അതിനുള്ള കാരണം എന്തെന്നാണ് ഇവിടെ പറഞ്ഞേ, നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡുമായി സിങ്ക് എന്ത് ചെയ്യുന്നു, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ഭാഗമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകൾ എങ്ങോട്ട് പോകുന്നു, ബാഹ്യ സർക്യൂട്ടിലൂടെ പ്രവഹിച്ചത് കൊണ്ടാണ് വോൾട്ട് മീറ്റർ സൂചി വിഭ്രംശിച്ചത്. കോപ്പർ ദണ്ട് വൈദ്യുത ചാർജുകളുടെ ഉയർന്ന ഊർജ നിലയിലും സിങ്ക് ദണ്ട് താഴ്ന്ന ഊർജ നിലയിലുമാണ് ഉള്ളത്. അപ്പോൾ കോപ്പർ ദണ്ട് എന്ത് ചെയ്യുന്നു, കോപ്പർ ദണ്ട് വൈദ്യുത ചാർജുകളുടെ ഉയർന്ന ഊർജ നിലയിലും സിങ്ക് ദണ്ട് താഴ്ന്ന ഊർജ നിലയിലും ആണ് ഉള്ളത്. ആയതിനാൽ ബാഹ്യ സർക്യൂട്ടിൽ കോപ്പർ ദണ്ടിൽ നിന്ന് സിങ്ക് ദണ്ടിലേക്കാണ് വൈദ്യുത പ്രവാഹം ഉണ്ടായത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, ബാഹ്യ സർക്യൂട്ടിൽ എന്ത് ചെയ്തു, കോപ്പർ ദണ്ടിൽ നിന്ന് എങ്ങോട്ട്, സിങ്ക് ദണ്ടിലേക്ക് എന്ത് ചെയ്തു, വൈദ്യുത പ്രവാഹം ഉണ്ടായി. ഇപ്പോൾ ഇവിടെ കോപ്പർ ദണ്ട്, ഈ കോപ്പർ ദണ്ടിൽ നിന്ന് വൈദ്യുത പ്രവാഹം എങ്ങോട്ടുണ്ടായി, സിങ്ക് ദണ്ടിലോട്ട് ഉണ്ടായി.
അപ്പോൾ സിങ്ക് ദണ്ഡിന് നമ്മൾ പറഞ്ഞു എന്താണ്, കോപ്പർ ദണ്ടും വൈദ്യുത ചാർജുകളുടെ ഉയർന്ന ഊർജ്ജ നിലയിലും സിങ്ക് ദണ്ട് താഴ്ന്ന ഊർജ്ജ നിലയിലുമാണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ബാഹ്യ സർക്യൂട്ടിൽ കോപ്പർ ദണ്ടിൽ നിന്ന് എങ്ങോട്ട് വൈദ്യുത പ്രവാഹം ഉണ്ടായത്, സിങ്ക് ദണ്ടിലോട്ട് വൈദ്യുത പ്രവാഹം ഉണ്ടായത്. അപ്പോൾ ഇതിൽ സിങ്കിന് പകരം എന്ത് ചെയ്യുന്നു, നമുക്ക് മഗ്നീഷ്യം ഉപയോഗിക്കാം. അപ്പോൾ സിങ്കിന് പകരം മഗ്നീഷ്യം ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും, വോൾട്ട് മീറ്ററിന് പകരം ഒരു LED നമ്മൾ ബന്ധിപ്പിക്കണം. അപ്പോൾ സിങ്കിന് പകരം മഗ്നീഷ്യം എടുക്കുക, അതിനുശേഷം വോൾട്ട് മീറ്റർ വെച്ച സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, അവിടെ ഒരു LED ബന്ധിപ്പിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ നിരീക്ഷിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ നടക്കുന്ന രാസപ്രവർത്തന നിരക്ക് കുറയുന്നതിനനുസരിച്ച് ലഭിക്കുന്ന വൈദ്യുതോർജ്ജവും കുറയുന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, അവിടെ രാസപ്രവർത്തന നിരക്ക് കുറയുന്നു. അങ്ങനെ കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, രാസപ്രവർത്തന നിരക്ക് കുറയുന്നതിൻ്റെ ഭാഗമായി അവിടത്തെ എന്ത് കുറയുന്നു, അപ്പോൾ ഇവിടെ ഈ സെൽ അല്പനേരം പ്രവർത്തിപ്പിച്ചാൽ പ്രകാശ തീവ്രത കൂടോ കുറയോ, എന്താ സംഭവിക്കുന്നത്, പ്രകാശ തീവ്രത കുറയും. അതിനുള്ള കാരണം എന്താണ്, ഇവിടെ നടക്കുന്ന രാസപ്രവർത്തന നിരക്ക് കുറയുന്നതിനനുസരിച്ച് ലഭിക്കുന്ന വൈദ്യുതോർജ്ജവും കുറയുന്നു. അപ്പോൾ രാസപ്രവർത്തന നിരക്ക് കുറഞ്ഞാൽ അവിടെ എന്ത് കുറയും, അവിടെ നമുക്ക് ലഭിക്കുന്ന വൈദ്യുതോർജ്ജവും കുറയുന്നു. കുറച്ചു കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കാൻ കഴിയാത്ത ഇത്തരം സെല്ലുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൈമറി സെല്ലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് എന്താണ്, സിങ്കിന് പകരം മഗ്നീഷ്യം ഉപയോഗിച്ച്, വോൾട്ട് മീറ്ററിന് പകരം നമ്മളൊരു LED ബൾബ് എടുത്തു. അവിടെ നമ്മൾ ആ സെല്ല് അല്പനേരം പ്രവർത്തിച്ചപ്പോൾ പ്രകാശ തീവ്രത എന്ത് ചെയ്തു, കുറഞ്ഞു. അതിനുള്ള കാരണമാണ് നമ്മൾ പറഞ്ഞത്, അവിടെ രാസപ്രവർത്തന നിരക്ക് കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ലഭിക്കുന്ന വൈദ്യുതോർജ്ജം കുറയുന്നു എന്ന് പറഞ്ഞു. കുറച്ചു കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത ഇത്തരം സെല്ലുകളെ നമ്മൾ എന്തെന്നാ പറയുന്നത്, പ്രൈമറി സെല്ലുകൾ എന്ന് പറയുന്നു. പ്രൈമറി സെല്ലുകൾക്ക് ഉദാഹരണം ചോദിച്ചാൽ നമുക്ക് അതിന് എഴുതാൻ പറ്റും. എന്തൊക്കെയാണ്, ഏതൊക്കെ സെല്ലുകളാണ് പറയും, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രൈമറി സെല്ലുകൾക്ക് ഉദാഹരണം പറഞ്ഞാൽ ഡ്രൈ സെല്ല് പറയാം, വോൾട്ട സെല്ല് പറയാം, ബട്ടൺ സെല്ല് പറയാം, ഡാനിയൽ സെല്ല് പറയാം, അതുപോലെ നമുക്ക് ഗാൽവാനിക് സെല്ല്, ഇതൊക്കെ ഏതാണ്, നമ്മുടെ പ്രൈമറി സെല്ലുകൾക്ക് ഉദാഹരണമാണ്. ഉപയോഗിച്ചു കഴിഞ്ഞാൽ റീചാർജ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാവുന്ന തരം വൈദ്യുത സ്രോതസ്സുകളാണ് സെക്കൻഡറി സെല്ലുകൾ. അപ്പം നമ്മൾ സെക്കൻഡറി സെല്ലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൈമറി സെൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നു, നമുക്ക് പിന്നെ അത് ഉപയോഗിക്കാൻ കഴിയത്തില്ല. അങ്ങനെയുള്ളതാണ് പ്രൈമറി സെല്ലുകൾ എന്ന് പറയുന്നത്. ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റീചാർജ് ചെയ്ത് വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സെല്ലുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ വൈദ്യുത സ്രോതസ്സുകൾ. അങ്ങനെയുള്ള വൈദ്യുത സ്രോതസ്സുകളാണ് സെക്കൻഡറി സെല്ലുകൾ. ഇവ സംഭരണ സെല്ലുകൾ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ സെക്കൻഡറി സെല്ലുകളെ നമ്മൾ പറയുന്ന മറ്റൊരു പേരെന്താ, സംഭരണ സെൽ എന്നറിയപ്പെടുന്നതും സെക്കൻഡറി സെല്ലുകളാണ്. ഒന്നിലധികം സെല്ലുകളെ ക്രമീകരിച്ച് ഒറ്റ വൈദ്യുത സ്രോതസ്സായി ഉപയോഗിക്കുന്ന സംവിധാനമാണ് ബാറ്ററി. നമ്മൾ ബാറ്ററി എടുക്കുന്നു, ബാറ്ററി എന്ത് ചെയ്യുന്നു, നമ്മൾ ഒന്നിലധികം ബാറ്ററികൾ എടുത്ത് എന്ത് ചെയ്യുന്നു, സെല്ലുകളെ ക്രമീകരിച്ച് ഒറ്റ വൈദ്യുത സ്രോതസ്സായിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ബാറ്ററി ചെയ്യുന്നത്. ഇനി സെക്കൻഡറി സെല്ലുകൾക്ക് അല്ലെങ്കിൽ ബാറ്ററികൾക്ക് കൂടുതൽ ഉദാഹരണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡറി സെല്ലുകൾക്ക് ഉദാഹരണം ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ പറയാം, നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് മൊബൈൽ ബാറ്ററി പറഞ്ഞൂടെ, മൊബൈൽ ബാറ്ററി എന്തിന് ഉദാഹരണമാണ്, സെക്കൻഡറി സെല്ലിന് ഉദാഹരണമാണ്. ഇനി അതുപോലെ ലിഥിയം അയൺ ബാറ്ററി, ലിഥിയം അയൺ ബാറ്ററി എന്തിന് ഉദാഹരണമാണ്, സെക്കൻഡറി സെല്ലുകൾക്ക് ഉദാഹരണമാണ്. പിന്നെ കാർ ബാറ്ററി അതും സെക്കൻഡറി സെല്ലുകൾക്ക് ഉദാഹരണമാണ്. അതുപോലെ വാഹനങ്ങളിലെ ബാറ്ററികളൊക്കെ എന്തിന് ഉദാഹരണമാണ്, സെക്കൻഡറി സെല്ലുകൾക്ക് ഉദാഹരണമാണെന്ന് നമുക്ക് പറയാം. ഒരു സെല്ലിൻ്റെ ബാറ്ററിയുടെ ടെർമിനലുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഒരു സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ, ബാറ്ററിയുടെ ടെർമിനലുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നത് എങ്ങനെയാണ്, പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നതിനുള്ള ഉപകരണമാണ് വോൾട്ട് മീറ്റർ. അപ്പം നമുക്കറിയാം, ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെർമിനലുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ സാധിക്കും. വോൾട്ട് മീറ്റർ സെല്ലുമായി ഘടിപ്പിച്ചതിൻ്റെ ചിത്രീകരണമാണ് ഇവിടെ 7.12 തന്നിരിക്കുന്നത്. അത് നമുക്ക്
നോക്കാം. ദാ ഇതേപോലെ നമ്മൾ ഒരു ബാറ്ററിയിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ വോൾട്ട് മീറ്റർ ഘടിപ്പിക്കുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുത്തെ പൊട്ടൻഷ്യൽ വ്യത്യാസം നിരീക്ഷിക്കാൻ സാധിക്കും. ഒരു സെല്ലിന് പോസിറ്റീവ് നെഗറ്റീവ് എന്നീ 2 ടെർമിനലുകളാണ് ഉള്ളതെന്ന് അറിയാമല്ലോ. അപ്പോൾ ഒരു സെല്ലിനെ നമ്മൾ എടുക്കുമ്പോൾ അവിടെ ഇവിടെ ഇതുപോലെ പോസിറ്റീവുമുണ്ട്, ഇതുപോലെ നെഗറ്റീവ് ടെർമിനലുമുണ്ട്. വോൾട്ട് മീറ്ററിനും 2 ടെർമിനലുകളുണ്ട്. അപ്പം നമ്മുടെ വോൾട്ട് മീറ്ററിനും എന്തുണ്ട്, 2 ടെർമിനലുകളുണ്ട്. അവിടെയും പോസിറ്റീവുമുണ്ട് നെഗറ്റീവുമുണ്ട്. വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ സെല്ലിൻ്റെ ഏത് ടെർമിനലുമായാണ് ഘടിപ്പിച്ചത്? അപ്പോൾ നമ്മൾ വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലുമായാണ് ഘടിപ്പിച്ചത്. അതുപോലെ നെഗറ്റീവ് ടെർമിനലോ, വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ സെല്ലിൻ്റെ സെല്ലിൻ്റെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് നമ്മൾ ഘടിപ്പിച്ചത്. ഒരു വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് നമുക്ക് താഴെ കൊടുത്ത ഏതാനും വൈദ്യുത സ്രോതസ്സുകളുടെ ടെർമിനുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം അളന്ന് പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്രോതസ്സുകൾ തന്നിട്ടുണ്ട്, അതിൻ്റെ പൊട്ടൻഷ്യൽ വ്യത്യാസം തന്നിട്ടുണ്ട്. നമ്മൾ വോൾട്ട് മീറ്റർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്, ടോർച്ച് സെൽ അല്ലെങ്കിൽ ഡ്രൈ സെല്ലിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 1.5 വോൾട്ട് ആണ്. ഇനി ബട്ടൺ സെല്ലിലാണെങ്കിലോ 1.5 വോൾട്ട് മുതൽ 3 വോൾട്ട് വരെ ഉണ്ടാവാം ചില സന്ദർഭങ്ങളിൽ. ഇനി വോൾട്ടാ സെല്ലിലാണെങ്കിൽ 1.1 വോൾട്ടാണ്, 1 വോൾട്ട് ആയിരിക്കും. ഇനി മൊബൈൽ ബാറ്ററിയിലാണെങ്കിൽ എങ്ങനെയായിരിക്കും? 3.7 വോൾട്ട് മുതൽ 4.2 വോൾട്ട് വരെ ആണ് ഏതിൽ, മൊബൈൽ ബാറ്ററികളിൽ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വ്യത്യാസം കാണുന്നത്, പൊട്ടൻഷ്യൽ വ്യത്യാസം കാണുന്നത്. ആദ്യകാല വോൾട്ടാ സെൽ മുതൽ ഇന്ന് ഉപയോഗിക്കുന്ന സോളാർ പാനൽ വരെയുള്ള വിവിധ തരം വൈദ്യുത സ്രോതസ്സുകൾ ഏതെല്ലാമെന്നും അവയുടെ പ്രത്യേകതകൾ എന്തെല്ലാമെന്നും എവിടെയെല്ലാമാണ് അവ ഉപയോഗിക്കുന്നത് എന്നുമുള്ള വിവരങ്ങൾ ശേഖരിച്ച് സെമിനാർ തയ്യാറാക്കാൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പറയുന്നത് സെല്ലുകളുടെ ക്രമീകരണത്തെക്കുറിച്ചാണ്. അപ്പം എന്താണ്, 2 ടോർച്ച് സെല്ലുകൾ ചിത്രത്തിൽ കാണുന്നത് പോലെ 3 വ്യത്യസ്ത രീതിയിൽ ക്രമീകരിച്ച് അവയിൽ ഓരോന്നിലും ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് അളന്ന് പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, 2 ടോർച്ച് സെല്ലുകൾ ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം, 3 വ്യത്യസ്ത രീതിയിൽ ക്രമീകരിക്കണം. അവയിൽ ഓരോന്നിലും ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് അളന്ന് തിട്ടപ്പെടുത്താനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ഒന്നാമത്തെ സർക്യൂട്ടിലെ സെല്ലുകളുടെ എണ്ണം തന്നിട്ടുണ്ട്. സെല്ലുകളുടെ എണ്ണം എത്രയാണ്? ഒന്നാമത്തെ സർക്യൂട്ടിലെ സെല്ലുകളുടെ എണ്ണം 2 ആണ്. അപ്പോൾ ഇവയിൽ വോൾട്ട് മീറ്റർ റീഡിങ് അല്ലെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? വോൾട്ട് മീറ്ററിൽ കാണിച്ചിരിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം എത്രയാണ്. അതിലെ റീഡിംഗ് എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് 3 ആണ്. അപ്പോൾ നമ്മൾ 3 വോൾട്ട് മീറ്ററിലെ റീഡിംഗ് നമ്മൾ കണ്ടു, 3 ആണ്. ഇനി രണ്ടാമത്തെ നമുക്കൊന്ന് നോക്കാം, രണ്ടാമത്തെ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ രണ്ടാമത്തേൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത്തെ സർക്യൂട്ടിലെ സെല്ലുകളുടെ എണ്ണം എത്രയാണ്? രണ്ടാമത്തെ സർക്യൂട്ടിലെ സെല്ലുകളുടെ എണ്ണവും 2 ആണ്. അപ്പോൾ ഇവിടെയും രണ്ടാമത്തെ സർക്യൂട്ടിലും 2 സെല്ലുകളാണ് എടുത്തത്. ഇനി ഇവിടത്തെ പൊട്ടൻഷ്യൽ വ്യത്യാസം നമുക്ക് നോക്കാം. വോൾട്ട് മീറ്ററിൽ റീഡിങ് അല്ലെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 1.5 ആണ്. 1നും 2നും ഇടയിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ 1.5 ആണ് അവിടുത്തെ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടുത്തെ പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണ്. ഇവിടെയും 2 സെല്ലുകളാണ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ വ്യത്യാസം 1.2 ആണ്. സോറി 1.5 ആണ്. 1.5 ആണ് അവിടുത്തെ പൊട്ടൻഷ്യൽ വ്യത്യാസം. ഇനി അടുത്ത് മൂന്നാമത്തെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? മൂന്നാമത്തെ തന്നിരിക്കുന്ന ആ ഒരു സെല്ലുകളുടെ എണ്ണം എത്രയാണ്? ഇവിടെയും 2 സെല്ലുകളാണ് തന്നിരിക്കുന്നത്. 2 സെല്ല് അതിന് ഓരോന്നിൻ്റെയും 2ൻ്റെയും നെഗറ്റീവ് ടെർമിനലുകൾ ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അല്ലേ നെഗറ്റീവ് ടെർമിനൽ ഇവിടെ എന്താണ്
രണ്ടിൻ്റെയും പോസിറ്റീവും നെഗറ്റീവും ടെർമിനലുകൾ കൊടുത്തിട്ടുണ്ട്. രണ്ടിൻ്റെയും പോസിറ്റീവ് ടെർമിനലോടും നെഗറ്റീവ് ടെർമിനലോടുമാണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ എത്ര വന്നു? 1.5 വന്നു. ഇനി ഇവിടെ നമ്മൾ കണ്ടു എന്താണ് പോസിറ്റീവ് ടെർമിനലോടും നെഗറ്റീവ് ടെർമിനലിനോടുമാണ് കൊടുത്തത്. അപ്പോൾ അവിടെ വന്നത് എത്രയാ? അവിടുത്തെ വോൾട്ട് മീറ്ററിലെ റീഡിങ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എത്രയാണ്? 0 ആണ്. അപ്പോൾ രണ്ടാമത്തെ കോളത്തിൽ നമുക്ക് കിട്ടിയത് എത്രയാ? 0 ആണ്. അപ്പോൾ ആദ്യം കിട്ടിയത് എത്രയാണ്? അപ്പോൾ ആദ്യം കൊടുത്തത് എങ്ങനെയാണ്? പോസിറ്റീവ് ടെർമിനലോടും നെഗറ്റീവ് ടെർമിനലോടും അതായത് നേരെ നമ്മുടെ ശ്രേണി രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ 3 ആണ് നമുക്ക് കിട്ടിയത് അല്ലേ? അവിടുത്തെ വോൾട്ട് മീറ്റർ രേഖപ്പെടുത്തിയത് 3 ആണ്.